ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം. തെസ്സലോനിക്ക മുതലായ സ്ഥലങ്ങളിലെ സുവിശേഷ വേലയെക്കുറിച്ചാണ് 17-ാം അധ്യായം വിവരിക്കുന്നത്. പൗലോസും കൂട്ടരും കുറച്ചുനാൾ അവിടെ താമസിച്ച് അവിടെയുള്ള യഹൂദ സുനഗോഗ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. പൗലോസിൻ്റെ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. വേദഗ്രന്ഥം അടിസ്ഥാനമാക്കി മിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ചും മഹത്വീകരണത്തെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കുന്നു. യഹൂദ ജനത്തിൻ്റെ പ്രതീക്ഷയിൽപ്പെട്ട മിശിഹായാണ് ക്രിസ്തു എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് മിശിഹായെ സ്വീകരിക്കുന്നവർ യഹൂദരുടെ ധർമ്മമാണ്. പീഡാനുഭവം, മഹത്വീകരണം എന്നീ രണ്ട് പ്രത്യേക ആശയങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നു. യഹൂദന്മാരേക്കാൾ യഹൂദ മതാനുസാരികളാണ് കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നത്. വിശ്വാസം സ്വീകരിക്കാതെ ഇരുന്ന യഹൂദന്മാരെ അത് ചുണ്ടി പിടിപ്പിച്ചു. അവിടെ ഒരു പുതിയ സഭ സ്ഥാപിക്കപ്പെട്ടു. ഇന്നത്തെ സുവിശേഷം ആധാരമാക്കുന്നത് എന്തിന് എന്ന് ചിന്തിക്കുന്നത് നന്ന്. 2. റോമാ സാമ്രാജ്യത്തിൻ്റെ ഫലഭാഗത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കലാപങ്ങളും ലഹളകളും ഉണ്ടാക്കിയവർ അന്നുണ്ടായിരുന്നു. അവരെ തന്മയത്വത്തോടെ ഉദ്യോഗസ്ഥർ അടക്കി ഒതുക്കിയിരുന്നു. പൗലോസും മറ്റും അങ്ങനെയുള്ള ഭീകരപ്രവർത്തകരാണെന്ന് ശത്രുക്കളായ യഹൂദർ പറഞ്ഞു വരുത്തുന്നു. എന്നാൽ യാസോൻ്റെയും മറ്റ് സഹോദരങ്ങളുടെയും ജാമ്യത്തിൽ ഉദ്യോഗസ്ഥർ അവരെ വെറുതെ വിടുന്നു. 3. മെരോബയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 10 മുതലുള്ള വാക്യത്തിലുണ്ട്. 2 പ്രത്യേകതകൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 1. പൗലോസിൻ്റെ പ്രസംഗം തിരുവെഴുത്തുകളെ ആധാരമാക്കിയായിരുന്നു. ഏത് പ്രസംഗനും പിന്തുടരേണ്ട ദൃഷ്ടാന്തമാണ്. 2. ബെരോവയിലെ ജനങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു എന്നുള്ളത് എക്കാലത്തെയും ഉള്ളവർക്ക് അനുകരണയോഗ്യമാണ്. 4. തത്വചിന്തയിലും ശില്പകലാം മുതലായവയിൽ ഉച്ചസ്ഥായിൽ നിന്ന സ്ഥലമാണ് ഗ്രീസിലെ ആഥൻസ്. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ മുതലായവരുടെ സ്ഥാനം നമുക്ക് ഏവർക്കും അറിയാം. അപ്പോസ്തോലിക കാലത്ത് പക്ഷേ പൂർവ്വമഹിമ അണഞ്ഞിരുന്നു. എവിടെ നോക്കിയാലും വിഗ്രഹങ്ങൾ മാത്രം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം 19-ാം വാക്യത്തിൽ കാണുന്ന അരയോപകാക്കുന്നിനെക്കുറിച്ച് ചിന്തിക്കുവാനും. അവിടുത്തെ പ്രസംഗം പ്രസക്തമാണ്. അഥൻസുകാർ പ്രത്യേക ജോലിയില്ലാത്ത അവസരങ്ങളിലെല്ലാം പുതിയ കാര്യങ്ങൾ പറഞ്ഞും കേട്ടും സമയം ചെലവഴിച്ചിരുന്നു. സൃഷ്ടിപരമായ ജോലികളൊന്നും ചെയ്യാത്ത അലസന്മാരുമായിരുന്നു. പൗലോസിന് വലിയ ആശയും പ്രതീക്ഷയും അവിടെ ഉണ്ടായില്ല. അലസത ബാധിച്ച ജനത്തിൻ്റെ അടുത്ത് പിശാച് പോലും ഓടി ഒളിക്കുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. 5. അന്നത്തെ പ്രധാന ഗ്രൂപ്പുകളായിരുന്നു സ്റ്റോയിക്കരും എപ്പിക്കൂരിയരും. മനുഷ്യൻ പ്രകൃതിയോ താതാൽമട്ടിൽ ജീവിക്കണമെന്ന് സ്റ്റോയിക്കരുടെ ചിന്ത. എന്നാൽ എപ്പിക്കൂരിയർ അണുക്കൾ ചേർന്ന് ഉളവായതാണ് പ്രപഞ്ചമെന്ന ചിന്തയായിരുന്നു. ദേവന്മാർ ഉണ്ടായിരിക്കാം, എങ്കിലും മനുഷ്യജീവിതത്തിൽ ഇടപെട്ടിരുന്നതായി എപ്പിക്കൂരിയർ വിശ്വസിച്ചിരുന്നില്ല. ഇവയ്ക്കെല്ലാം അതീതമായിരുന്നു പരിശുദ്ധ പൗലോസിൻ്റെ വേദവിഷയം. അങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ.